ഹലോ, ഇത് ഞാൻ ന്യൂ മംസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടോ. നിങ്ങൾ ചില അമ്മമാരെങ്കിലും കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം കുഞ്ഞിനെന്ത് പൊട്ട് തൊടാത്തത്, കുഞ്ഞിനെന്ത് കരി വരയ്ക്കാത്തതെന്ന്. ഞാൻ ആദ്യമേ പറയാം, നമ്മുടെ സ്നേഹത്തോടെ കുഞ്ഞിനെ അങ്ങനെ ഭംഗിയിൽ കാണാനുള്ള ആഗ്രഹത്തോടെ ചോദിക്കുന്നവർക്കല്ല, അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല, എന്ന് തൊട്ട് തുടങ്ങിയ പുതുമ. അതുപോലെ തന്നെ ഞങ്ങൾ കുറേ പിള്ളേരെ വളർത്തിയിട്ടുള്ളതാണ്, ഞങ്ങൾ കരി വരച്ച് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്, കരി വരച്ചാലേ പ്രിയത്തിന് കളർ വരുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തി ടോർച്ചർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് കാജൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ലെഡിൻ്റെയൊക്കെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ടിയർ ഡക്ക് ബ്ലോക്ക് ആവാനും അതുപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാനും ഇറിറ്റേഷൻ ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. മാത്രമല്ല, ഇപ്പം എനിക്ക് ഈ ഏജ് ആയിട്ടും എനിക്ക് കണ്ണെഴുതുമ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ കണ്ണെഴുതുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരാറുണ്ട്. അപ്പം എനിക്കത് പറയാൻ പറ്റും, പക്ഷേ കുഞ്ഞു പിള്ളേർക്ക് അത് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല അവർക്ക്. പിന്നെ ഓർഗാനിക് അരി യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. മാക്സിമം ഐസിൽ യൂസ് ചെയ്യാതിരിക്കുക, പിരികം വരയ്ക്കാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അത് റിമൂവ് ചെയ്യുമ്പം പ്രഷർ കൊടുക്കാതെ റിമൂവ് ചെയ്യുക. അതുപോലെ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ടാൽക്കം പൗഡർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിൻ ബാരിയർ നഷ്ടപ്പെടും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കിൻ ഡിസീസ്, അതിപ്പോൾ നമ്മുടെ ബോഡിയിലായിരുന്നു സ്കിൻ ഡിസീസ് വരാനുള്ള ചാൻസ് ഭയങ്കര പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു കുഞ്ഞിനെ ഏത് പൗഡറാണ് ഏത് ലോഷനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട്. ഞാൻ കുഞ്ഞിന് പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുഞ്ഞിന് യൂസ് ചെയ്യുന്ന സോപ്പ് ഞാൻ അഫോർഡബിൾ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഡവിൻ്റെ ബേബി സോപ്പും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെബാമെഡ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും നല്ലതാണ് കേട്ടോ. ഇത് ഇച്ചിരി റേഞ്ച് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ വേണമെങ്കിൽ ടവ് ബെറ്റർ ഓപ്ഷൻ. അത് ഞാൻ മോക്ക് യൂസ് ചെയ്തേക്ക്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതിൻ്റെ pH 5 ആണ്. പിന്നെ ഹിമാലയൻ ജോൺസൺ ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യുന്നില്ല, കാരണം അത് ഭയങ്കര ഡിറ്റർജൻറ്റിൻ്റെയൊക്കെ കെമിക്കലാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിൽ നോക്കിയ ബേബി സോപ്പിൻ്റെയൊക്കെ pH റേഞ്ച് ചെക്ക് ചെയ്യുന്ന വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും. ഒരു ചെക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആയിക്കുട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സെബാമെഡിൻ്റെ മോയ്സ്ചറൈസറാണ്. അതുപോലെ സെറ്റാഫിലിൻ്റെ ബേബി മോയ്സ്ചറൈസറും ഒക്കെ നല്ലതാണ്. മമാർത്ത് നല്ലതാണ്. മമാർത്ത് അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ വൈറ്റ്സ് യൂസ് ചെയ്യുന്നത് മദർ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ട് 99% വാട്ടർ ഇതായിട്ടുള്ളതാണ്. പിന്നെ പറയുന്ന ഒരു 6 മാസമൊക്കെ നിങ്ങൾ കുഞ്ഞിന് നന്നായിട്ട് സ്കിൻ നോക്കുക, കാരണം അവർക്ക് പെട്ടെന്ന് പ്രതിരോധശേഷി കുറവായതുകൊണ്ട് പെട്ടെന്ന് റിയാക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഡയപ്പർ യൂസ് ചെയ്യുന്നത്, ഞാൻ ഡയപ്പറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അത് വെച്ച് നിങ്ങൾക്ക് ഡയപ്പർ യൂസ് ചെയ്യാം. ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി ടൈം ഞാൻ ഫ്രീ ആയിട്ട് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡയപ്പർ റാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകിൽ ആൻറ്റി ഡയപ്പർ റാഷ് ക്രീം ഡയപ്പർ ഇടുന്നതിന് മുമ്പ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് അവർക്കൊന്ന് ഫ്രീ ടൈം കൊടുത്തതിന് ശേഷം മാത്രം ഡയപ്പർ. പിന്നെ വന്നിട്ട് അപ്പം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് കരി എഴുതാത്തത്. ഞാൻ കുഞ്ഞിന് ഒരിക്കലും കരി എഴുതൂല എന്നല്ല, വല്ലപ്പോഴും നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ എഴുതാം. എന്നും ഇട്ട് എഴുതി അവരെ ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ച് നമ്മളൊരു ഭയങ്കര ഫയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് എൻ്റെ മോക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും തിരുത്തുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.